എല്ലാവർക്കും നമസ്കാരം. വിജയം ഈ ഒരു വാക്ക് തന്നെ എത്ര പേരുടെ സ്വപ്നമാണ്, എത്ര പേരുടെ പരിശ്രമമാണ്. പക്ഷെ ഒരുപാട് പേർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഒരാൾ അതിവേഗം വിജയിക്കുന്നത്, മറ്റേയാൾക്ക് വർഷങ്ങൾ എടുത്തിട്ടും എത്താൻ പറ്റാത്തതും എന്തുകൊണ്ടാണ്? വിജയം എല്ലാവർക്കും ഒരുപോലെയല്ല. കാരണം അത് ഒരേ രൂപത്തിൽ ആരുടെയും ജീവിതത്തിലേക്ക് വരുന്നില്ല. വിജയം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും വേറിട്ട് അർത്ഥമാക്കുന്ന ഒന്നാണ്. ഒരു വിദ്യാർത്ഥിക്ക് വിജയം അർത്ഥമാക്കുന്നത് നല്ല മാർക്കായിരിക്കും. ഒരു കർഷകനെ സംബന്ധിച്ച് അത് നല്ല വിളവായിരിക്കും. ഒരു ബിസിനസ്സുകാരനാകട്ടെ ഒരു വലിയ കരാറും ഒരു പുതുശാഖ അല്ലെങ്കിൽ വളർച്ച ഇവയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് വിജയം വ്യക്തിപരമായ ഒന്നാണ്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണെങ്കിൽ വിജയത്തിന്റെ രൂപവും അതുപോലെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ചിലർക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക എന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വിജയത്തിന്റെ അളവുകൾ നിശ്ചയിക്കാൻ സാധിക്കണം. ഇതുകൂടാതെ വിജയത്തിന്റെ സമയവും വഴിയും ഒരുപോലെയല്ല. ഒരാൾക്ക് ചെറുപ്പത്തിൽ തന്നെ വിജയം ലഭിക്കും, മറ്റേയാൾക്കത് വൈകിയായിരിക്കും. കാരണം ജീവിതത്തിൽ സമയക്രമം എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഒരാൾക്ക് വേഗം പാചകം ചെയ്യുന്ന അടുപ്പ് പോലെയും മറ്റേയാൾക്ക് തീ കുറവായ അടുപ്പ് പോലെയും ആയിരിക്കും അത്. പക്ഷെ ഇരുവരും ഒടുവിൽ ഭക്ഷണം തയ്യാറാക്കും. അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമത്വം. വിജയം ഒരാളുടെ ഭാഗ്യത്തിന്റെ കാര്യമല്ല, അതൊരു മനോഭാവം, സ്ഥിരത, പഠിക്കാൻ തയ്യാറുള്ള മനസ്സ് എന്നിവയുടെ ഫലമാണ്. ഓരോ വിജയിക്ക് പിന്നിലും അയാൾ കടന്നു വന്ന കഷ്ടത നിറഞ്ഞ വഴികളുണ്ടാവും. അതുപോലെ തന്നെ വിജയം നിർണ്ണയിക്കാൻ അയാളെ ഒരുക്കി കൊടുത്ത ഒരുപാട് അടിസ്ഥാന ഘടകങ്ങളും ഉണ്ടാവും. അതിലൊന്നാമത്തേതാണ് സ്വയം തിരിച്ചറിയുക എന്നത്. പലർക്കും മറ്റുള്ളവരെ വിലയിരുത്താൻ കഴിയും, പക്ഷേ സ്വയം വിലയിരുത്താൻ ആർക്കും താല്പര്യമില്ല. നമ്മൾ ആരാണ്, എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ തളർത്തുന്നത് എന്നൊന്നും അറിയാതെ നാം പലപ്പോഴും മൂടുകയാണ്. വിജയത്തിന്റെ തുടക്കം തന്നെ ഈ ചോദ്യം കൊണ്ടാണ്: ഞാൻ ആരാണ്, എനിക്ക് എന്താണ് ശരിക്കും വേണ്ടത്? സ്വയം തിരിച്ചറിയൽ എന്നത് നിങ്ങളുടെ ശക്തിയും ദുർബലതയും തിരിച്ചറിയുന്നത് മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളും ഭയങ്ങളും മൂല്യങ്ങളും ജീവിത ലക്ഷ്യങ്ങളും എന്നിവയെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് കൂടിയാണ്. ഇതൊരു പുസ്തകം വായിക്കുന്നത് പോലെയാണ്, പക്ഷെ ആ പുസ്തകം നിങ്ങൾ തന്നെയാണ്. സ്വയം തിരിച്ചറിയലിന് 3 മുഖങ്ങളുണ്ട്. സമൂഹം കാണുന്ന നിങ്ങൾ, രണ്ടാമത് നിങ്ങൾ എങ്ങനെ നിങ്ങളെ കാണുന്നു എന്നത്, മൂന്നാമതായി സത്യമായ നിങ്ങൾ, അതായത് ആരും കാണാത്ത നിങ്ങളുടെ യഥാർത്ഥ ആകൃതി. പലർക്കും ഈ 3 മുഖങ്ങൾക്കിടയിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് യഥാർത്ഥതയിലേക്ക് എത്താൻ നാം മാസ്കുകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഫേക്ക് ഇമേജ് ഉപേക്ഷിച്ച് യഥാർത്ഥമായി സ്വയം കാണണം. മനുഷ്യൻ ഏറ്റവും വലിയ ലോകം അന്വേഷിക്കേണ്ടത് പുറത്തല്ല, അത് അകത്താണ്. ബാഹ്യലോകം മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം മനസ്സിന്റെ ഘടന മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നിയന്ത്രണം ലഭിക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകളും വിമർശനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയൂ. സ്വയം തിരിച്ചറിയുന്നവൻ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിനുള്ള കുറച്ച് മാർഗങ്ങൾ പറഞ്ഞു തരാം. സ്വയം തിരിച്ചറിയാനുള്ള മാർഗത്തിൽ ഒന്നാമതായി പ്രതിദിനം ചില നിമിഷങ്ങൾ നിങ്ങൾക്കായി ചെലവിടുക. മിണ്ടാതിരിക്കുക, സ്വന്തം ചിന്തകളെ കേൾക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ധ്യാനവും പരിശീലിക്കാവുന്നതാണ്. രണ്ടാമതായി നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാം. നിങ്ങളുടെ ദിനചര്യ എഴുതി വെക്കുക. നിങ്ങളെ സന്തോഷിപ്പിച്ച കാര്യങ്ങളും വിഷമിപ്പിച്ച കാര്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം. എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ മറഞ്ഞ മുഖങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായി തോന്നും. മൂന്നാമതായി നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്, എന്താണ് എനിക്ക് സത്യത്തിൽ വേണ്ടത്, എൻ്റെ ജീവിതം ഇത്രയാണോ ഉള്ളത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോഴാണ് നിങ്ങളുടെ ആത്മാവിന്റെ വാതിലുകൾ തുറക്കുന്നത്. നാലാമതായി നിങ്ങൾ സുഹൃത്തുക്കളെ ശരിയായ രീതിയിൽ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്നവരോടൊപ്പം സംസാരിക്കുക. അവർ കണ്ണാടി പോലെ നിങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണ്. സ്വയം തിരിച്ചറിയലും വിജയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരു വ്യക്തി തന്റെ യഥാർത്ഥത മനസ്സിലാക്കുമ്പോൾ അവൻ ബാഹ്യലോകത്തിന്റെ പ്രേരണകളിൽ നിന്ന് മോചിതനാവും. അവന്റെ വഴികൾ തനിയെ അവൻ തിരഞ്ഞെടുക്കും. നമ്മുടെ ജീവിതം നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല. സ്വയം തിരിച്ചറിയുമ്പോൾ വ്യക്തമായ ദിശയും ലക്ഷ്യവും നമുക്ക് ലഭിക്കും. അത് തന്നെയാണ് വിജയത്തിന്റെ അടിസ്ഥാനമായി മാറുന്നത്. അപ്പോൾ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുക എന്നതിലാണ്. രണ്ടാമതായി നിങ്ങൾ ലക്ഷ്യം നിശ്ചയിച്ചു വെക്കണം. ലക്ഷ്യം എന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു ദിശ നൽകുന്ന ക്യാമ്പസാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതം, അതായത് മാപ്പില്ലാത്ത യാത്ര പോലെയാണ്. ഒരു കപ്പൽ കടലിൽ പോകുമ്പോൾ എവിടെയാണ് എത്തേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതൊടുവിൽ എവിടെയെങ്കിലും തള്ളിക്കൊണ്ടുപോകും. അതുപോലെ തന്നെ ലക്ഷ്യമില്ലാത്ത മനുഷ്യനും ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഒലിച്ചു പോകും. പക്ഷെ ലക്ഷ്യമുള്ള ഒരാൾക്ക് ഓരോ ദിവസവും അർത്ഥമുണ്ടാകും. അവൻ ഉണരുമ്പോൾ തന്നെ അറിയും, ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത് ഇതാണെന്ന്. സ്വയം നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു ബുക്കിലേക്ക് എഴുതി വെക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, അടുത്ത 2 വർഷത്തിനുള്ളിൽ എൻ്റെ സ്വന്തം ഓൺലൈൻ ബിസിനസ് എനിക്ക് തുടങ്ങണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കണം എന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യം നിശ്ചയിച്ച് നിങ്ങൾക്ക് എഴുതി വെക്കാം. രണ്ടാമതായി അതിനൊരു സമയപരിധിയും നിശ്ചയിക്കണം. ലക്ഷ്യത്തിനൊരു സമയപരിധിയുണ്ട്. സമയമില്ലെങ്കിൽ അത് ഒരിക്കലും പ്രവർത്തനമാകില്ല. എപ്പോൾ എന്ന ചോദ്യം വ്യക്തമായ ഉത്തരം നൽകിയിരിക്കണം. മൂന്നാമതായി നിങ്ങൾക്ക് ദിനംപ്രതി പ്രവർത്തിക്കണം. അതിനുവേണ്ടി വലിയ ലക്ഷ്യങ്ങൾ ദിവസേന ചെയ്യുന്ന ചെറിയ ശ്രമങ്ങളാൽ മാത്രമേ നേടാനാവൂ. ഓരോ ദിവസവും ഒരു ചെറിയ പടി നിങ്ങൾ മുന്നോട്ട് വെക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സക്സസ് സർട്ടൺ ആണ്.
പിന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം വെക്കണം. മറ്റുള്ളവർ പറയുന്നത് ഇത് നിനക്ക് സാധിക്കില്ല എന്ന വാക്കുകളൊന്നും നിങ്ങളുടെ ദിശ മാറ്റുന്ന കാര്യമേ ആകരുത്. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളായി തീരുമെന്ന് ഓർക്കണം. അതുപോലെ ലക്ഷ്യം നിശ്ചയിച്ചതിനു ശേഷം തടസ്സങ്ങൾ വരില്ലെന്ന് വിചാരിക്കരുത്. പ്രതിസന്ധികൾ തന്നെയാണ് നമ്മെ വളർത്തുന്നത്. വിജയിച്ച എല്ലാവരും ഒരിക്കൽ പരാജയപ്പെട്ടവരാണ്. പക്ഷെ അവർ ലക്ഷ്യത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. അത് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം. അങ്ങനെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാമതായി നാം സ്വയം തിരിച്ചറിയൽ മനസ്സിലാക്കി. രണ്ടാമതായി ലക്ഷ്യം നിശ്ചയിക്കൽ. മൂന്നാമതായി ഉള്ളതാണ് ശ്രമം നിലനിർത്തുക എന്നത്, അതായത് കൺസിസ്റ്റൻസി. നമ്മൾ പലരും ജീവിതത്തിൽ പലതും തുടങ്ങാറുണ്ട്. ഒരു പുതിയ പദ്ധതി, പഠനം, ബിസിനസ് അല്ലെങ്കിൽ സ്വപ്നം. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം എന്തു ചെയ്യുന്നു? അത് വിട്ടുകളയുന്നു. ഇതെനിക്ക് സാധിക്കില്ല എന്ന് ചിന്തിച്ച് അത് നിർത്തുന്നു. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? വിജയം നേടുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ശ്രമം തുടരുന്നവരും നിർത്തിയവരും എന്നതിലാണ്. ശ്രമം എന്നത് വെറും പ്രവൃത്തിയല്ല, അത് തുടർച്ചയായ മനോഭാവമാണ്. ഒരു ദിവസമോ ഒരാഴ്ചയോ മാത്രം പരിശ്രമിക്കുന്നതല്ല ശ്രമം. പ്രതിദിനം മനസ്സിലുണ്ടാവുന്ന മടുപ്പ്, നിരാശ, പരാജയം ഇവയെ മറികടന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് ശ്രമം എന്നത്. ഒരു വിത്ത് നടുമ്പോൾ ഉടൻ ഫലം ലഭിക്കില്ലല്ലോ. അതുപോലെ തന്നെ ശ്രമത്തിനും സമയം വേണം. മണ്ണിനടിയിൽ ആ വിത്ത് വളരുന്നുണ്ടെന്ന വിശ്വാസം വേണം. നിങ്ങളുടെ ശ്രമവും അതുപോലെ തന്നെയാണ്. ഇന്നത് കാണാനാകുന്നില്ലെങ്കിലും അതിന്റെ ഫലം ഒരു നാൾ തീർച്ചയായും കാണും. നിങ്ങൾ ഓർത്തു വെക്കുക, നമ്മൾ ശ്രമം നിർത്തുന്നത് നമ്മൾ എന്തിനാണ് തുടങ്ങിയതെന്ന് മറന്നുപോയപ്പോൾ തന്നെയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഓർമ്മിപ്പിക്കണം. വലിയ നേട്ടം കിട്ടാത്തത് കൊണ്ട് നിരാശപ്പെടേണ്ട. ഓരോ ചെറിയ പുരോഗതിയും ആഘോഷിക്കണം. അതുകൊണ്ട് മനസ്സിന് പ്രചോദനം ലഭിക്കും. ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ആത്മവിശ്വാസം വർദ്ധിക്കും. പരാജയം എന്നാൽ അതിനെ തോൽവി എന്നല്ല, പാഠമായിട്ടാണ് കാണേണ്ടത്. ഒരിക്കൽ തോറ്റവനല്ല, ശ്രമം നിർത്തിയവനാണ് ശരിക്കും തോറ്റവൻ. ജീവിതം നമ്മെ പരീക്ഷിക്കുന്നത് തളർത്താനല്ല, വളർത്താനാണെന്നും മനസ്സിലാക്കണം. നാലാമതായുള്ള വിജയത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പരാജയം എന്നത്. പരാജയത്തെ ഭയപ്പെടരുത്. പലരും ആദ്യ ശ്രമത്തിൽ തന്നെ പരാജയപ്പെട്ട് പേടിച്ചു പോകും. പരാജയം ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ശരിക്കും പരാജയത്തിന്റെ സത്യാവസ്ഥ എന്നാൽ പരാജയം നമ്മെ നിർത്തുന്നില്ല, അത് നമ്മെ പഠിപ്പിക്കുകയാണ്. സൂപ്പർ സ്റ്റാറായ എല്ലാവരും ആദ്യം പരാജയപ്പെട്ടവരാണ്. സിംഹത്തെ പോലെ ധൈര്യമില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നും കൂടി ഓർക്കുക. ഒരിക്കൽ പരാജയപ്പെടുക, പക്ഷെ ശ്രമം നിർത്തരുത്. പരാജയം പാഠമായിട്ടാണ് കാണേണ്ടത്. ഓരോ തോൽവിയും നിങ്ങളെ ശക്തമാക്കുന്ന പാഠമാണ്. അതുകൊണ്ട് നിങ്ങളുടെ യാത്രയിലെ ഒരു കല്ല് മാത്രമായി പരാജയത്തെ കണ്ടാൽ മതി. നിങ്ങളുടെ ശ്രമം തുടരുക, പാഠങ്ങൾ പഠിക്കുക, വീണ്ടും ശ്രമിക്കുക. വിജയം ഭയമില്ലാത്തവർക്കും പരാജയം നേരിടുന്നവർക്കുമാണ്. അഞ്ചാമതായി ഉള്ളതാണ് ശ്രദ്ധയും നിയന്ത്രണവും. നമുക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും സഹായിക്കുന്നത് ഈ രണ്ട് കരുത്തുകളാണ്. ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് എന്നത് നിങ്ങളുടെ മനസ്സിനെ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള ശേഷിയാണ്. ഒരു കാര്യത്തിൽ 100% ശ്രദ്ധ കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഫലം കിട്ടും. ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ശരിയായ കണ്ടെത്തലുകൾ വരുത്താൻ സാധിക്കൂ. അതുപോലെ നിങ്ങൾ പഠനത്തിലും ജോലി, ബിസിനസ്, സ്വപ്നങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയാണ് അതിനാധാരമാകുന്നത്. നിയന്ത്രണം എന്നത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഇഷ്ടാനിഷ്ടങ്ങളും ഭാവിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ബാധകമാകുന്ന കാര്യങ്ങൾക്കുമായി നോ പറയാൻ മനസ്സിന് കഴിയുന്ന ശേഷിയാണ് ശരിക്കും നിയന്ത്രണം. നിങ്ങളുടെ ശ്രദ്ധയും നിയന്ത്രണവും വർദ്ധിപ്പിക്കാനുള്ള 3 മാർഗങ്ങൾ. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോൺ, സോഷ്യൽ മീഡിയ, ശബ്ദങ്ങൾ, ഈ ക്രമക്കേടുകൾ നീക്കുക. ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധ വയ്ക്കാൻ ഇത് സഹായിക്കും. ദിവസത്തിൽ ചെറിയ സാഹചര്യങ്ങളിൽ പോലും സ്വയം നിയന്ത്രണം പ്രായോഗികമായി പരിശീലിക്കുക. ആറാമതായുള്ള വിജയത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സഹജീവികളെ ശരിയായി തിരഞ്ഞെടുക്കുക എന്നത്. നമ്മുടെ വളർച്ച, സന്തോഷം, വിജയങ്ങൾ ഇതെല്ലാം വലിയ പക്ഷം നാം ഏതൊരാളുമായി സമയം ചെലവാക്കുന്നു എന്നതിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ വളർച്ച, സന്തോഷം, വിജയങ്ങൾ ഇതെല്ലാം വലിയ പക്ഷം നാം ഏതൊരാളുമായി സമയം ചെലവാക്കുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾ നമ്മുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്നുണ്ട്. സുഖദുഃഖം, വിജയം, പരാജയം എല്ലാം തങ്ങളുടെ സ്വാധീനത്തിലൂടെ വരുന്നതാണ്. പോസിറ്റീവ്, പ്രോത്സാഹനപരവും പ്രൊജക്ഷൻ ഉള്ളവരും നിങ്ങളുടെ കഴിവുകളെ ഉയർത്താൻ സഹായിക്കും. നേരെ പ്രതികൂല ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ താഴ്ത്താനും കാരണമാകുന്നു. ഇത് വ്യക്തമായ സത്യമാണ്. ആളുകളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ സഹജീവികളെ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. നിങ്ങൾക്ക് പ്രോത്സാഹനവും നല്ല പിന്തുണയും നൽകുന്നവരെ മാത്രം സ്വീകരിക്കുക. പരാജയം, നിരാശ എല്ലാം കൂട്ടുപിടിക്കുന്നവരെയല്ല, ഉയർന്ന മൂല്യങ്ങളും ധൈര്യവും ഉള്ളവരാണ് നിങ്ങൾക്ക് ചുറ്റിലും വേണ്ടത്. ജീവിതത്തിൽ മുന്നേറാനുള്ള മനോഭാവം അവരുടെ വർത്തമാനത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 7 സ്വയം പ്രചോദിപ്പിക്കുക. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മനസ്സാണ്. നാം സ്വയം പ്രചോദനാത്മകമായി നിലകൊള്ളാത്ത പക്ഷം മറ്റുള്ളവരുടെ പ്രചോദനവും സ്ഥിരതയില്ല. സ്വയം പ്രചോദനത്തിന്റെ പ്രധാനമായ വഴികൾ. സ്വയം നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് അതുവേണ്ടി ചെയ്യുമെന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് സ്വയം പ്രചോദനം ലഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി തന്നെ തെളിയുന്നത്. മൂല്യവും ആത്മവിശ്വാസവും നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. നിങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പരാജയങ്ങൾക്കും നിരാശകൾക്കും മേൽ ഉയരാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഓർത്തു വെക്കണം. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് മറുപടി മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനം താനേ ലഭിക്കും.
ദിവസവും ചെറിയ വിജയങ്ങൾ കണ്ടെത്തണം. ഒരു ചെറിയ പുരോഗതിയും മനസ്സിന് വലിയ പ്രചോദനമാകുന്നുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനിത് നേടും തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ ഉറപ്പോടെ പറയണം. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി അതുമൂലം വളരും. 8. നന്ദിയോടെ ജീവിക്കുക. നന്ദി വഹിക്കുക എന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലും സമാധാനത്തിലും നയിക്കുന്ന ശക്തിയാണ്. നന്ദി പറയുന്നത് വെറും ശബ്ദമല്ല, അതൊരു മാനസിക അവസ്ഥയാണ്. നാം പ്രതിദിനം ലഭിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. ഒരു ഭക്ഷണം, സുഹൃത്തുക്കളുടെ സ്നേഹം, നമ്മുടെ കഴിവുകളും എല്ലാം നമ്മിൽ നന്ദി ഉളവാക്കുന്ന കാര്യമാണ്. നന്ദിയുള്ള മനുഷ്യൻ എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും. കാരണം അവൻ ഉള്ളിൽ സന്തുഷ്ടനാണ്. വലുതായാലും ചെറുതായാലും ദിവസേന 3 കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ നന്ദി പറയണം. അത് മനസ്സിനെ പോസിറ്റീവാക്കി ജീവിതത്തെ മാറ്റാനും സാധിക്കും. നന്നായി ഉണ്ടായ കാര്യങ്ങൾ മാത്രം ഓർക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ ഓർക്കുക. നിരാശകളുടെ സമയത്തും മനസ്സിന് സമാധാനം ലഭിക്കും അതുമൂലം. വിലപ്പെട്ട മനുഷ്യരോടും പ്രകൃതിയോടും നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കുക. അതായത് സ്നേഹം, സൗഹൃദം, നിങ്ങൾക്ക് ലഭിച്ച സഹായം, എല്ലാവർക്കും നന്ദി പറയുക. ഇത് സമൂഹത്തെ ഹൃദയബന്ധങ്ങളിലൂടെ ശക്തമാക്കും. നന്ദിയോടെ ജീവിക്കുന്നവരുടെ ജീവിതം പോസിറ്റീവ് ചക്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം നിങ്ങളുടെ ദിനചര്യയാക്കി മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വിലയിരുത്തലുകളും പ്രശ്നങ്ങളും നിങ്ങളെ തടയാൻ ഒരിക്കലും കഴിയില്ല. ഓരോ പടിയിലും നിങ്ങൾ കൂടുതൽ ശക്തരാകും. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ സ്വയം വിശ്വാസം എന്നിവയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ വിശ്വസിക്കുക. ഓരോ ചെറിയ മുന്നേറ്റവും വിജയത്തിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത്. ഒരിക്കലും നിർത്തരുത്. ഓരോ നിമിഷവും ചിന്തിക്കുക, പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾ വിശ്വസിച്ചാൽ ലോകം കൂടി നിങ്ങളെ പിന്തുടരും. ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന യാത്ര നാളെ ഫലമാവുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.